വിഷയം പ്രധാനമായിട്ടും ഈ പേപ്പട്ടി മതത്വം തന്നെയാണ് നമുക്കെന്ന് പറയാനുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് നമ്മളെപ്പോഴും പറയുന്നതാണ്, എന്താ പറയുക, ചാഞ്ഞും ചെരിഞ്ഞും മലർന്നു നിന്നും കുനിഞ്ഞു നിന്നൊക്കെ എങ്ങനെ വേണേലും പറയാം ഇതിൻ്റെ ഈ പേപ്പട്ടി മതത്വത്തെക്കുറിച്ച്. കാരണം അത് നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഓരോരോ വിഷയങ്ങളായിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരുമ്പോൾ നമുക്കത് പറയാനുള്ള അവസരമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ പറയുമ്പോൾ അതിന് മറ്റൊരു ആംഗിളാണ്. അതായത് ഇന്ന് ഈ പേപ്പട്ടി മതത്വത്തെക്കുറിച്ച് ഞാനല്ല പറയാം, അത് പറയുന്നത് ഇന്നൊരു ഉസ്താദാണ്. ഈ ഉസ്താദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റഹ്മത്തുള്ള കാസിമി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കൽ വിളിക്കുകയും നേരിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയും കാണണമെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ എന്തോ ആൾ പിന്നെ ഫോണൊന്നും എടുത്തില്ല. വളരെ മാന്യനായിട്ടുള്ള, നമ്മൾ ജ്യൂസ് ഉസ്താദ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. സംഗതി നിങ്ങൾക്ക് അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ചില സമയങ്ങളിൽ പറഞ്ഞു വെക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള മാതിരി നമ്മൾ ഈ ഇസ്ലാം മത വിമർശനം നടത്തുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടാവുക എന്നതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. ഇസ്ലാമിൻ്റെ പൊള്ളത്തരം പുറത്ത് വരുമ്പോൾ അത് സമൂഹത്തിൽ എല്ലാവരും പറയുന്നൊരവസ്ഥ ഉണ്ടായാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും വിട്ടുമാറി സെക്യുലറൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് മൊത്തത്തിൽ സമൂഹത്തിന് ഗുണമായിട്ട് മാറും, അത് രാജ്യത്തിന് ഗുണമായിട്ട് മാറും. അതുപോലെ തന്നെ ഈ തീവ്രവാദികൾക്ക് അവരുടെ ഈ പരിപ്പ് വേവാൻ സാധിക്കാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഇന്ന് വഴി വെച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളുടെ ഈ ജ്യൂസ് ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനുള്ളത്. അത് കണ്ടിട്ട് നമുക്ക് നേരെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ആ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയണം. ആ വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം ഒരുപാട് കമൻറ്റ്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ വിഷയം സംസാരിച്ചതിൻ്റെ പേരിൽ ഉസ്താദിനെ തെറി പറയുന്നതിന് പകരം ഉസ്താദിനെ അനുമോദിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇങ്ങനെയുള്ള ഉസ്താദുമാരും ഇങ്ങനെയുള്ള മുസ്ലിങ്ങളാണ് ഇവിടെ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇവർക്കായിരുന്നു രാഷ്ട്രീയത്തിലൊരു വോയിസ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പണിയുണ്ടാവില്ല. ഞാനൊക്കെ പട്ടിണി കിടന്ന് എല്ലും തോലുമായി പട്ടിണിക്കോലമായി മുഹമ്മദ് കിടന്ന് മരിച്ച മാതിരി ഞാനും മരിച്ചു പോയേനെ. പക്ഷേ ഇത് സംഭവിക്കുന്നില്ലല്ലോ. കാരണം എന്താണ്? ഇതെന്നും വിഷയമാണ്. ഇവിടെ എപ്പോഴും പറയാറുണ്ട്, നീ ഇത് വെച്ച് കാശുണ്ടാക്കുകയാണ്, ഇത് വെച്ച് ഇങ്ങനെ പുട്ടടിക്കുകയാണ്, ബിരിയാണി തിന്നുകയാണ് എന്നൊക്കെ. ബിരിയാണി എന്നല്ല ഞാൻ തിന്നുന്നത്, ഞാൻ നല്ല 3 നേരവും നല്ല അൽഫാമും മന്തിയൊക്കെ തന്നെയാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി തീറ്റയാണ്. കാരണം എന്താണ്? ഇതുമാതിരിയുള്ള വിഷയങ്ങളല്ലേ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ബാക്ക്ലോഗാണ്. ഈ വിഷയങ്ങൾ ഓരോന്നും ഞാൻ ലൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി വിഷയം അവതരിപ്പിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ജോലിക്ക് പോലും പോകണ്ട. ഇതാണ് അവസ്ഥ. പക്ഷേ നമുക്ക് അത് പോയല്ലേ പറ്റുള്ളൂ. എന്നാലല്ലേ ചില ഗ്രാഫുകളൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുകയും ജോലി എടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. പക്ഷേ അത് മെനക്കെട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനേ നേരം കാണുള്ളൂ. ഇതുകൊണ്ട് ഞാൻ മന്തി 3 നേരവും 5 നേരമൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും, കഴിച്ചെന്ന് വരും. അമ്മാതിരി വരുമാനമായിരിക്കും ഉണ്ടാവുക. അപ്പം വളരെ ചൂസി ആയിട്ട് പറയേണ്ടത് മാത്രം എടുത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ വളരെ റെലവൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞ വീഡിയോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഏൺ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഇടുന്നതിലൊക്കെ നിങ്ങൾക്ക് പരാതിയുണ്ട്, എപ്പോഴെപ്പോഴും വീഡിയോ ഇടുന്നതിൽ പരാതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എഡിറ്റർമാരെയും കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, ഒരു 5-6 പേരുണ്ട്. നിരന്നിരുന്ന് തച്ചിനിരുന്ന് പണിയാണ്. നമ്മളിങ്ങനെ ലൈവ് ചെയ്യും, അവർ കത്തിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഉപ്പേരിക്ക് മുറിക്കുന്നു, കറിക്ക് മുറിക്കുന്നു, ബിരിയാണിക്ക് മുറിക്കുന്നു, അങ്ങനെ പല പല കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ അച്ചാറ് ഉപ്പേരി എല്ലാ സാധനവും ആക്കി അങ്ങ് അപ്ലോഡ് ചെയ്യും. ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു 4-5 ഷോർട്സ് ഒരു ദിവസം, വീഡിയോ ഒരെണ്ണം 1-2 ഉണ്ടെങ്കിൽ വീഡിയോ ഒരെണ്ണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോ അപ്ലോഡിങ് നടക്കുന്ന ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളത്. ഈ ഒരു വിഷയം മാത്രം അതാണ് ആലോചിക്കേണ്ടത്. സത്യത്തിൽ ഈ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, ഇനി എങ്ങാനും വിഷയമില്ലാതെ ദാരിദ്ര്യം പിടിച്ച് ഞാനിങ്ങനെ ഒരു ക്ഷയിച്ചു പോകുന്നൊരു ഇല്ലമായി മാറുമോ എന്നൊരു പേടിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ 1-2 എഡിറ്റർമാരെ ഇനിയും കൂടുതൽ വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് പണിയെടുക്കാം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു പരാതിയുണ്ട്, ഇതൊക്കെ ഞാൻ കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് പരാതിയുണ്ട്. നിങ്ങൾ ആ കൂടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. ഈ പേപ്പട്ടി മതത്വം നിങ്ങൾ കാണിക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾ മാന്യന്മാരായിട്ട് ജീവിക്കാൻ നിങ്ങൾ ശീലിക്കുക. കോ എക്സിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കുക. സെക്യുലറൈസ് ചെയ്യപ്പെടുക, ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടുക, കോ എക്സിസ്റ്റൻസിന് വേണ്ടി നിലകൊള്ളുക. മറ്റുള്ള വിശ്വാസികളെയും നിങ്ങളെപ്പോലെ തന്നെ ഒരു വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം അങ്ങ് ജീവിക്കാൻ നിങ്ങൾ പഠിക്കുക. ഇതൊന്നും ചെയ്യാതെ നിങ്ങളുടെ മതം എന്തോ മുന്തിയ സാധനമാണ്, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ആ അശ്ലീലമൊക്കെ കൊണ്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ, അമ്മാതിരി ഊടായ്പ് തട്ടിക്കൂട്ട് സാധനങ്ങളും ഇമാതിരി ഒലക്കയുടെ മൂട്
ആയത്തുകളൊക്കെയാണ് കൊണ്ടു നടക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ വിമർശിക്കും. അത് വിമർശിക്കത്തക്കതായ ഒരു സാധനമാക്കി നമ്മൾ അവതരിപ്പിക്കും. കാരണം അങ്ങനെ ഒരു ഹോളി ക്യാമൽനെസ് അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ഹോളി ക്യാമൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോളി കൗ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഹോളി കൗനെസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഹോളി ക്യാമൽനെസ്സും നമുക്ക് വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ ഒരു ബഹുമാനത്തിൻ്റെയോ ഒരു ആദരവിൻ്റെയോ ഒരു ആവശ്യം ഇസ്ലാമത്തിന് ആവശ്യമില്ല. ഇതാണ് നമ്മളുടെ പോളിസി. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പരുവപ്പെട്ടാൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തോളാം, തീർച്ചയായിട്ടും ഞാൻ ചത്തോളാം. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക. ഇനി അതിനൊന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഉസ്താദിനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹം പണ്ട് പറഞ്ഞ ഈ ജ്യൂസ് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു നിലപാടിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നിങ്ങൾ കാണുക. എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ബോധം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് തലച്ചോറിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പരിവർത്തനം, ആ മാറ്റം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മളെയൊന്നും നിങ്ങൾ കേൾക്കണമെന്നില്ല. ഈ ഉസ്താദിനെങ്കിലും കേൾക്കുക. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇടുന്ന നല്ല മുസ്ലിങ്ങളെ, നിങ്ങൾ ബോധമുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ട് ശീലിക്കുക. ഇതാണ് എനിക്ക് ആ കൂടി പറയാനുള്ളത്. നമ്മളെ പറയണതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല, പക്ഷേ ഇതെങ്കിലും നിങ്ങൾ കാണുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അന്തമുള്ള ഒരു ഉസ്താദ്, ഒരു ഉവൈസ് ആണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതിന് ഉസ്താദിൻ്റെ വക ഒരു കമൻറ്റ്. ഈ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ എനിക്ക് തോന്നുന്നു ആ ടീമിലുള്ള ആരോ ആണ് ഫോൺ എടുക്കാറുള്ളത്. അങ്ങനെ അതുവഴിയാണ് ഉസ്താദുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുള്ളത്. പക്ഷേ എപ്പോഴും വിളിച്ചാലൊന്നും കിട്ടില്ല. എന്നെ വിളിച്ചാൽ എങ്ങനെയാണോ കിട്ടാത്തത് അതിനേക്കാൾ കഷ്ടമാണ് പുള്ളിയെ വിളിച്ചാൽ കിട്ടാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക, വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എന്തായാലും പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്രിയ സത്യങ്ങൾ പറയാൻ ഉസ്താദ് എപ്പോഴും മുന്നിലുണ്ട്. മറ്റൊരു മൻസൂർ ഓങ്ങല്ലൂർ ആണ് ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. വളരെ മികച്ച കമൻറ്റ്. മൻസൂറിനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ പറയാന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാന്നുള്ളത്. ഇവിടെ ആളുകൾ പറയാറുണ്ട്, ആരിഫ് ഇങ്ങനെ പറഞ്ഞാൽ നിൻ്റെ സപ്പോർട്ട് കുറയുന്ന പറയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. അതല്ല ചെയ്യാൻ തോന്നുന്നില്ലേ നിങ്ങൾ ചെയ്യേണ്ട. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, മറ്റേ ചില എക്സ് മുസ്ലിം ഉസ്താദുമാർ പറയുന്ന പോലെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കേണ്ടത് കേൾക്കുക. കാരണം ഈ സംഗതികളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ പുറത്ത് പോയി അന്വേഷിക്കുക, ഈ പറയുന്നത് വാസ്തവമാണോ, ഇതിൽ ശരിയുണ്ടോ ശരികേടുണ്ടോ എന്ന് നിങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു നിരന്തരമായൊരു പഠനമാണ്. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുക എന്ന് തന്നെ ഞാൻ പറയാം. സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അതെന്തിനാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാനുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങളത് കാണാം. ഇനി ഇവിടെ ഈ പറയുന്ന അബ്ദുൽ ജലീൽ പറയും, ഞാനും ഉസ്താദിൻ്റെ എല്ലാ പ്രഭാഷണവും കേൾക്കാറുണ്ട്, സത്യമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോദനം. ഇനി താങ്കൾ ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ്. അള്ളാഹു നല്ല ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാനും പറയാണ്, ആത്മാർത്ഥമായിട്ട് പറയാണ്, ആമീൻ. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ പണി എളുപ്പമാണ്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതിട്ടിരിക്കുന്നത് റുബീൽ സാലിഹ്. നല്ല മികച്ച ഒരു കമൻറ്റ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അടുത്തത് മുഹമ്മദ് ഷാഫി. ആൺകുട്ടികൾ സത്യങ്ങൾ വിളിച്ചു പറയും. ഇതാണ് ഉസ്താദിന് കൊടുക്കുന്ന അനുമോദനം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് അബ്ദുൽ സലാം. കേരളത്തിലെ മുസ്ലിം പണ്ഡിതരും പുരോഹിതരും സുഡാനിലെ കൂട്ടക്കൊലയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ സലാം. അതായത് നമ്മൾ എന്താണ് ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാനുണ്ടാകുന്ന കാരണം, ആ കാരണം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വെക്കാൻ സാധ്യതയുള്ള ഒരു കമൻറ്റ് മാത്രമാണ് ഇതൊക്കെ. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഇസ്രായേലിനോട് പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അവിടെ ആ ഹോസ്റ്റേഴ്സിനെ വിട്ടു കൊടുക്കാതെ ഇരിക്കുന്ന കാലത്തോളം, ആ യുദ്ധം നീണ്ടുപോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പറയാതെ ജൂതവിരുദ്ധത ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാക്കിയത് മാറ്റുമ്പോൾ, അതിൻ്റെ പേരിൽ ജൂതന്മാരെ നിങ്ങൾ വേട്ടയാടുന്നത് കാണുമ്പോൾ നമ്മൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കും. അതോടൊപ്പം പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി കൊളോണിയൽ ശക്തിയാണെന്നൊക്കെ പറഞ്ഞ് നുണ പറയുമ്പോഴാണ് നമ്മൾ ഇസ്രായേലിനോട് നിന്നത്. ഇത് പറയാൻ ഇതുവരെ ആർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്നവരെ മുഴുവൻ നിങ്ങൾ ചാപ്പയടിച്ച് സയനിസ്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് മുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ആ പരിപ്പ് ഇവിടെ വെന്തില്ല, വേവാൻ നമ്മൾ അനുവദിച്ചില്ല. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു കാരണം എന്താണ്, അതായത് അവിടെ മനുഷ്യത്വപരമായിട്ടുള്ളൊരു ഇഷ്യൂ, ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനൊപ്പം നമ്മൾ നിൽക്കണം എന്നാണ് നമ്മൾ പറയുക. പക്ഷേ എപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ആ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് താല്പര്യമുള്ള ആളുകളുടെ ക്രൈസിസ് മാത്രമേ നമ്മളവിടെ എടുത്തു വെക്കുന്നുള്ളൂ. നമ്മളെ ശത്രുപക്ഷത്ത് എന്ന് നമ്മൾ സ്വയം പ്രതിഷ്ഠിച്ച് വെക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈയടിച്ച് പാസ്സാക്കുന്നു, അതിനുവേണ്ടി ചിരിക്കുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മളുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു അടിമത്തം. അത് തരണം ചെയ്ത് അല്ലെങ്കിൽ അത് ഓവർകം ചെയ്തിട്ട്
അഭിപ്രായം പറയുകയും ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ നിൽക്കുകയും ആ സംഗതികൾക്ക് ഇതേപോലെ അനുമോദനം ചോദിച്ചു വാങ്ങുന്നതിന് പകരം അത് നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ ഈ ഉസ്താദിൻ്റെ വീഡിയോയുടെ താഴെ കാണുന്നത്. ഇത് നമ്മൾ ശരിക്കും അനുമോദിക്കേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ ഇതുപോലെ കമൻറ്റുകൾ. ഇനി മറ്റൊരു കമൻറ്റ്, ഉസ്താദ് ഹൃദയം ഇട്ടിട്ട് പോവാണ്, പൂക്കളും ഒക്കെ വാരി വെതറിയിട്ട്. സുലൈമാൻ പറയുന്നു, സത്യം വിളിച്ചു പറയാൻ ഒരാളേ ഉള്ളൂ. സത്യമാണ്. ഈ കാസിമി അല്ലാതെ വേറെ ഏതെങ്കിലും ഉസ്താദുമാർ ഇതുപോലെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ മറ്റൊരു കാര്യം എപ്പോഴും പറഞ്ഞപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞതും കോള് ചെയ്തതൊക്കെ. അതേതാ വിഷയം ഞാൻ മറന്നുപോയി, കുറച്ച് മുന്നെയാണ്, ഒരു വർഷമൊക്കെ ആയി കാണും. അതേപോലെ നിങ്ങൾ ആ കമൻറ്റുകൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുസ്ലിങ്ങൾ ആയിട്ടുള്ള അറബി നാമധാരികളായിട്ടുള്ള ആളുകളുടെ കമൻറ്റ് മാത്രമേ ഞാൻ ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ളൂ, സിംഗിളായിട്ടുള്ളൂ. ഇനി നിങ്ങൾ ചുമ്മാ ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആളുകളാണ് ആ കമൻറ്റുകൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ മതഭേദമന്യേ ആളുകൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ വലിയൊരു ഒരു സംഖ്യ ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നതുകൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇതുപോലെ കാണാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പൊതുസമൂഹമാണ്. ആ സമൂഹത്തിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യമേ നമുക്ക് വേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. ഇവിടെ ഉസ്താദ് ആ രീതിയിൽ പറയുന്നു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വളരെ മികച്ച ഒരു സ്ട്രാറ്റജി തന്നെയാണെന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ അതാണ് ശരിയായ നിലപാടെന്നാണ് ഞാൻ പറയുക. ഇവിടെ കാണുന്നത് മനുഷ്യരെ കൊല ചെയ്യുന്ന ആരായാലും അവർ മനുഷ്യഗണത്തിൽപ്പെട്ടവരല്ല, അവരെ എല്ലാ രാജ്യങ്ങളും കൂടി നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നത് ഒരു മജീദാണ്. അതേപോലെ രാജു തോമസ് പറയുന്നു, ഉസ്താദിനെ പോലുള്ളവർ ഇസ്ലാം മത നേതൃത്വത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതിന് ഉസ്താദിൻ്റെ വക റിപ്ലൈ ഉണ്ട്. വളരെ ലജ്ജാകരമായ മൗനം പറയുന്നത് അഡ്വക്കേറ്റ് ഗോപിനാഥൻ ഒരു കമൻ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ വിവരമുള്ള ഉസ്താദുമാരുണ്ട്, സന്തോഷ് കുമാർ പറയാണ്. അതേപോലെ ഉസ്താദ് ഹൃദയം അവിടെ കൊടുത്തിരിക്കുന്നത് രഞ്ജിത്ത് ഫെബിൻ. പിന്നെ ഒരു അബുൽ ഹസൻ പറയുന്നത്, നവലോക സത്യങ്ങൾ അറിയാൻ ഖാസിമി ഉസ്താദിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. ഇത് കണ്ടപ്പോൾ സത്യത്തിൽ ഹൃദയവും മനസ്സും എന്തൊക്കെയാണെന്നറിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, വാക്കുകൾ ഇടറുന്നൊരവസ്ഥയാണ് സന്തോഷം കൊണ്ട്. ആ രീതിയിലുള്ളൊരു കാഴ്ചയാണ് സത്യത്തിൽ നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇത് കണ്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ചില എന്താ പറയുക, വായിൽ വേറെ വരുന്നത് ഇതുപോലെയുള്ള ആളുകൾ നമ്മളെ സമൂഹത്തിൽ വിഷം കലക്കിയിട്ട് മതങ്ങൾക്കിടയിലുള്ള ഛിദ്രത വർദ്ധിപ്പിക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെച്ച് അവരുടെ വാചകങ്ങളാണ് ഇന്നും ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ചില വാചകങ്ങൾ ഓർമ്മയുണ്ടാവും. അതായത് എന്താണ്, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, അവൻ നരകത്തിലേ പോവുള്ളൂ എന്ന തരത്തിലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മതങ്ങൾ തമ്മിലുള്ള വൈര്യം ഉണ്ടാക്കുന്നതിനും അതിന്നും ആളുകൾ പറയുന്നുണ്ട്. എക്സ് മുസ്ലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഖ്യകൾ ആഘോഷിക്കുന്നത്. സംഖ്യകൾ എക്സ് മുസ്ലിമിൻ്റെ വാദമൊന്നുമല്ല വെച്ചിട്ട് മതചിത്രത ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്ക് കാക്കമാരെന്താ പഠിപ്പിക്കണമെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് മുഴുവൻ മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രസംഗമാണ്, എം അക്ബറുടെ പ്രസംഗമാണ്, ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗമാണ്, അതേപോലെ കാസിമിയുടെ പ്രസംഗം, നമ്മൾ അലിയാർ കാസിമിയുടെ പ്രസംഗങ്ങളാണ്. അതുപോലെ മറ്റു പല ആളുകളും ഇതുപോലെ എന്താണ് നമ്മുടെ ഓണം ഡിപ്ലോമാറ്റിക്കായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളുടെ അസ്കർ അലിയുടെ ആ സെയിം കോളേജിൽ ഹുദബി എന്താണ് ആ ഹുദബി പുള്ളിയുടെ ആ പ്രസംഗങ്ങളാണ് ഇതേപോലെ പോകുന്നത്. അതേപോലെ എത്ര ആളുകൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണമായ ആ ഒരു ഉസ്താദ്, എന്തോ ഒരു ഹക്കീമി, പുള്ളിയൊക്കെ യേശു ക്രിസ്തുവിനെയൊക്കെ എന്ത് മോശമായ ഭാഷയിലാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചാൽ അത് യേശു പഴച്ചു പെറ്റു എന്നതിന് നിങ്ങൾ സാക്ഷ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളത് സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആൾ. അല്ലാതെ എക്സ് മുസ്ലിങ്ങളുടെ വാദം എടുത്ത് വെച്ചിട്ട് നോക്കൂ മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്ന മുഴുവൻ ഇവിടുത്തെ മുസ്ലിം മത പണ്ഡിതരുടെ വാചകങ്ങളും അവരുടെ പ്രസംഗങ്ങളും എടുത്തു വെച്ച് തന്നെയാണ് ഇവിടെ എപ്പോഴും ഈ ആളുകൾ, നിങ്ങൾ പറയുന്ന ഈ നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതെപ്പോഴും പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതാണ് അവരുടെ ആയുധമായിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും അത് തിരിച്ചറിയണമെന്നാണ് ഞാൻ ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ സംഗതി ഒന്ന് ഇവിടെ പറയേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ ഒന്ന് നമുക്കിവിടെ പ്ലേ ചെയ്തേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ, ഇതാണ് ആ വീഡിയോ. ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിലക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ്. സുഡാൻ മാത്രമൊന്നുമല്ല മാഷേ, എത്ര ലക്ഷം മനുഷ്യരെയാണ് ക്ലിയർ ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊല്ലുന്നത്. മുസ്ലിം രാഷ്ട്രം ഒരു വിരൽ അനക്കണില്ല ഒരാള്. അവിടെ ദുഃഖം. തമ്മാടിക്കൂട്ടങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, തമ്മാടിക്കൂട്ടം എന്നും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് 5.5 ലക്ഷം. ഭക്ഷ്യക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത്
5.5 ലക്ഷത്തോളമാണ്. 5.5 ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു. 35 ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി. 2 ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ആരുമല്ല, മുസ്ലിം രാജ്യം. ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേലിന്. ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും. ആർക്ക്? ഈ RSF എന്നാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ട് സുഡാനിൽ. ആ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ. ആ വെപ്പൺസിന് പണം കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ. അതേ ആയുധ കമ്പനി തന്നെയാണ് ഗസക്കാരെ കൊല്ലാൻ ഇസ്രായേലിനും. ആരാണോ ഇസ്രായേലിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലാൻ വെപ്പൺസ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അറിയണേയില്ല. അതറിയണില്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 25,000 പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി. ആർക്കെതിരെ? ഇസ്രായേലി വംശജ് ആണോ? അല്ലേ? ആണല്ലോ. അല്ലേ? അതെ, ആയിക്കോട്ടെ, ഞാനിന് ഒരു വിരോധം പറയുന്നില്ല. എങ്കിൽ അതിന്റെ 10 ഇരട്ടി ആളുകളെ സുഡാനിൽ കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പരിപാടി നടത്താത്തത്? അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും. അവര് നമ്മളെ കൂട്ടുകാരാണ്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് പറയാൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരിൽ ഇതിന് സാധിക്കുന്ന ഒരേ ഒരാൾ ഞാൻ പറയാതെ കാസിമി, ഈ പറയുന്ന റഹ്മത്തുള്ള കാസിമി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. ഇതിങ്ങനെ തന്നെ പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ പറയാണ്. നമ്മളിത് അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഇത് ചെറിയ വിഷയമല്ല. കാരണം മുസ്ലിങ്ങളെ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നടുറോട്ടിലേക്ക് ഇറക്കിയത് എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണോ അതിലേറ്റവും കൂടുതൽ പറഞ്ഞെന്താണ്? വംശഹത്യ, അതുപോലെ ആളുകൾ കൊല്ലപ്പെടുന്നു, കുട്ടികളെ കൊല്ലുന്നു, ഇതൊക്കെയാണല്ലോ പറഞ്ഞത്. ഇതേ കാര്യങ്ങൾ സുഡാനിൽ നടക്കുന്നു, നൈജീരിയയിൽ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്ത് നടക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു അനക്കം ഈ നടുറോട്ടിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിന് പിന്തുണയുമായിട്ട് വരുന്നുണ്ടോ? അവരുടെ ജനോസൈഡ് എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കേരളത്തിലുള്ളത് പോട്ടെ, ലോകത്തെവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ ഒരു അജണ്ട ഉണ്ട്. അതായത് ഇതൊരു ഉമ്മത്ത് പൊളിറ്റിക്സിൻ്റെ ഒരു ആയുധമായിട്ട് മാറാണ്. കൊല്ലുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. വേറെ വല്ലവരാണ് കൊല്ലുന്നതെന്നുണ്ടെങ്കിൽ നമ്മളാകെ പ്രശ്നം ഉണ്ടാക്കും. അതിപ്പോൾ സംഘി കൊന്നാലും ജൂതം കൊന്നാലും വലിയ കുഴപ്പമാണ്. കാക്കാമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നാൽ ഒരു കുഴപ്പമില്ല. അത് എന്താണ്, തള്ള കൊന്നാൽ അത് പിന്നെ ഓക്കെ ആണെന്നുള്ള രീതിയിലാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ഉസ്താദ് പറയുന്നത്. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്, അത് മുഴുവൻ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. പറയണില്ല, ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല. ഇതിനാണ് ദുഹാൻ എന്ന് പറയാം. ദുഹാൻ 1900-ലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും. ദുഹാൻ അതായത് നേരും നേരുകേടും തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക, എവിടെ കൂടേണ്ടതെന്ന് അറിയാതിരിക്കുക. ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊല്ലുന്നത്. എത്രയാ യമനിൽ കൊന്നത്? സുഡാൻ കേസ് കൊടുത്തു UN കോടതിയിൽ. എന്തിന്? ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് സുഡാൻ സർക്കാർ കേസ് കൊടുത്തു. സുഡാൻ കേസ് കൊടുത്തു. സുഡാൻ ഫൈൽസ് കേസ് ടു UN court alleging UAE is breaching genocide convention by funding rebelsന് ഫണ്ട് കൊടുത്ത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരാണ്? മുസ്ലിം രാജ്യമാണെന്ന കാര്യത്താൽ UN കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആര്? സുഡാൻ സർക്കാർ, ഭരണാധികാരി, രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ. ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വലിയ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല. പാവപ്പെട്ട ജനങ്ങൾ എന്തു പേച്ചു? അതാണ് നമ്മളും ചോദിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്തത്? ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഏറ്റവും ക്രൂവൽസായ ഭരണാധികാരികൾ മുസ്ലിംസ് ആണ്. ഇത് ഇദ്ദേഹം വെറുതെ പറയുന്നതല്ല കേട്ടോ. അതായത് നമ്മളുടെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് നിങ്ങൾ എടുക്കുക, അതിനകത്ത് വായിക്കുക. അതുപോലെ മറ്റ് പല റിസർച്ചുകളും വന്നിട്ടുണ്ട്. ഫോണ്ടപ്പോൾ റിസർച്ചിലൊക്കെ ആ പേപ്പർ നിങ്ങളെടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണക്കുണ്ട്. അതായത് ഈ പറയുന്ന തീവ്രവാദം, ആ തീവ്രവാദത്തിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് മുന്നിൽ നിൽക്കുന്ന സംഘടനകളുടെ പേര് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് 70% ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷൻ, 70-80% ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെപ്പറേറ്റീവ് നമ്മളുടെ ടെറർ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ടൈഗർ ഫോഴ്സ് പോലെ, അതല്ലെങ്കിൽ നമ്മളുടെ
ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെ, കുർദ് ആർമി പോലെ, അങ്ങനെയുള്ള ഈ എന്താണ് സെപ്പറാറ്റിസം കൊണ്ട് നടക്കുന്ന ആളുകൾ, രാജ്യം ഉണ്ടാകണം അതല്ലെങ്കിൽ വിഘടനവാദം എന്നൊക്കെ പറയുന്ന സാധനം, അത് വേറൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമ്മളുടെ മാവോയിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന സാധനം, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരും. 3-4 ഗ്രൂപ്പാണ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ. നിങ്ങൾ ആദ്യത്തെ 100 ടെറർ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 85% ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷനാണ്. ഇതാണ് ഇതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്. ഇനി ഇതിൽ തന്നെ ഇതിൻ്റെ ഇരകൾ, ഈ പറയുന്ന ടെററിൻ്റെ ഇരകളായിട്ട് വരുന്ന ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണ്? മുസ്ലിങ്ങളാണ്. ഈ ഇസ്ലാമിക് ടെററിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂതന്മാരോ ക്രിസ്ത്യാനികളൊന്നുമല്ല, അത് മുസ്ലിങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? അത് ക്രിസ്ത്യാനികളാണ്. ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം മാത്രം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുക, ഒരൊറ്റ ദിവസം തന്നെ 10-12 ക്രിസ്ത്യാനികളാണ് ഇന്നൊരു ലോകത്ത് കൊന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റ്സ് പറയുന്നത്. ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാ കൊല്ലുന്നത്? ഇത് കൊല്ലുന്നത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്നത് നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ലോകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടെറർ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോജകരായിട്ട് ഇസ്ലാം മാറുന്നു, ഇസ്ലാമിക തീവ്രവാദികൾ മാറുമ്പോൾ ഇതിനോട് നമുക്ക് എത്ര നാൾ കണ്ണടച്ചിരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നമ്മളെ സ്റ്റോൺ വാൾ ചെയ്ത് പോകുന്നു. പക്ഷേ ഇതേ ഉസ്താദ് ഈ കണക്കുകളും ഈ പറയുന്ന സംഖ്യകൾ അവിടെ പറയുന്നു. അതിൽ പറയുന്നതിലെ ശരി തെറ്റുകൾ, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇസ്രായേലിൻ്റെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല. കാരണം നമ്മളിതിൻ്റെ ആ ഗുഡ് ഇൻറ്റൻഷൻ മാത്രം ഞാൻ എടുക്കുകയാണ്. എന്താണ് ഇത് മുസ്ലിങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്. ബാക്കി അവർ അന്വേഷിക്കട്ടെ. ഉസ്താദും ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഞാൻ അന്ന് പറഞ്ഞത് മാറി എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. അത് വേറെ വിഷയമാണ്. പക്ഷേ ഇതിൽ ഈ പറയുന്ന കാര്യം, ഇത് ആ വിശ്വാസികളുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ ആ ഒരു വേദിയിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി, അത് അവരുടെ തന്നെ ആ ഒരു അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ അത് പറഞ്ഞ് വെക്കാൻ ആൾക്ക് സാധിക്കുന്നു. അങ്ങനെ ഒരാൾ വരിക എന്നത് തന്നെയാണ് നമ്മളെപ്പോഴും പറയാം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതായത് ഈ ഹദീസും ഖുറാനും ഓതാത്ത ഒരു ട്രൂ സ്റ്റേറ്റ്സ്മാൻ, അത് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പൊങ്ങി വരണം. ഒരു അംബേദ്കറിനെ പോലുള്ളൊരു പേഴ്സണാലിറ്റി ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു തവണ ഒരാളെങ്കിലും ഒന്ന് പൊന്തി വന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ഒരാളെ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു ട്രൂ സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞുള്ള പാർട്ടികൾ, അവർ ഒന്ന് പറഞ്ഞ അടുത്തതിന് പറയുന്നത് മതമല്ലേ, മതമാണ് വലുത് എന്ന് പറയുന്ന ടീമാണ് അവർ. അവരുടെ ഭരണഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക അംഗത്വം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നാഷണൽ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആയിരിക്കണം. ഇതാണ് അതിൻ്റെ കാഴ്ചപ്പാട് വരുന്നത്. അതുകൂടാതെ ഇനി ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്ക് ജയിച്ചൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് വിചാരിക്കുക, മുസ്ലിം ആവണം. ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ സംഗതി. അവിടെ നാഷണൽ ഒരു ഐഡൻറ്റിറ്റി അതവിടെ അല്ല അവിടെ വരുന്നത്. അവിടെ മത ഇതരമായ എന്തെങ്കിലും ഒരു സാധനം അല്ല അവിടെ വരുന്നത്, മതം തന്നെയാണ് അവിടെ വരുന്നത്. എന്നിട്ട് അവർ സ്വയം വിളിക്കുന്നത് ഞങ്ങൾ ഭയങ്കര മതേതര പാർട്ടിയാണെന്നാണ്. ഇതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. ഇത് നമ്മൾ ആലോചിക്കണ്ടേ. ഇനി ഒന്ന് കഴിഞ്ഞ് അടുത്തതിന് ഈ മതമാണ് വലുതെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇനി വേറെ ഇവർ വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ്? കോണി അടയാളത്തിൽ. കോണി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്കുള്ള കോണിയാണെന്ന് പറഞ്ഞ് പണ്ട് മലബാർ റീജിയനിൽ വോട്ട് പിടിച്ചിരുന്ന ടീമാണ് ഈ പറയുന്ന ഈ മുസ്ലിം ലീഗ്. ലീഗിൽ നിന്നും പോയാൽ നിങ്ങൾ ദീനിൽ നിന്നുമാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഈ പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് ദീനാണ്, മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോകുക. ദീൻ എന്താണ്? ഇസ്ലാമാണ്. ഇതാണ് അവരുടെ രീതി. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇത് മതേതര പാർട്ടിയാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാവുക? ജനാധിപത്യത്തിൽ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് വിട്ട് വേറൊരെണ്ണത്തിൽ ജോയിൻ ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് BJP എന്നോ ലീഗെന്നോ വ്യത്യാസമില്ല. നിങ്ങൾക്ക് BJPയിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, നിങ്ങൾ BJPയിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ വേണോ, അത് വേണ്ട, അത് വേണ്ടേ, ഇതെടുക്കണോ, എടുത്തോ, എങ്ങനെ വേണേലും പോകാം. ഇതാണ് ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് എന്താ പറയുന്നത്? പോകാൻ പാടില്ല, പോയാൽ അത് ദീനിൽ നിന്ന് പോകുന്നതാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അവിടെയും നരകശിക്ഷവും അതുപോലെ സ്വർഗത്തെ കാണിച്ച് കൊതിപ്പിക്കലും ആണ് അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നമുക്ക് ഒരു മതേതര പാർട്ടിയാണെന്ന് വിളിക്കാൻ കഴിയുക? ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു ട്രൂ നാഷണലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരാളെ കിട്ടാനില്ല എന്ന് വരുന്നിടത്ത് ഇതുപോലെ ഒരു ഉസ്താദ് തന്നെ വന്നിരുന്നിട്ട് ഈ ദീനൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ ഇതേപോലെ പച്ചയ്ക്ക് അവരോട് പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കുന്ന ആളുകൾ സ്വയം ഒന്ന് അന്വേഷിക്കുക, സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മിലൊന്ന് തൂക്കി നോക്കുക. നിങ്ങൾ എന്താണ് സത്യത്തിൽ ചെയ്യുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ എത്ര മന്ത്രിമാരും MLA-മാരും രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് നടന്നു. നമ്മൾ ഓക്കെ, അത് നിങ്ങളുടെ അവകാശമാണ്, അത് പറയാനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ സുഡാൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല.
പിന്നെ ഇവിടെ പറയുന്നു സംഗതിയൊക്കെ ശരി, അറബ് രാഷ്ട്രമാണ്, UAE ആണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുന്നു. എന്തോ ആവട്ടെ, UAE ആണെന്ന് തന്നെ കൂട്ടാം. ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ എന്തെല്ലാം ഇവിടെ ചെയ്തു. ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള ആളുകളെ മുഴുവൻ നിങ്ങൾ ബഹിഷ്കരിച്ചു. ഇസ്രായേലിൻ്റെ IDFൻ്റെ സോൾജേഴ്സിന് എന്തോ യൂണിഫോം തയ്ച്ചു കൊടുക്കുന്ന ആൾ അത് കൊടുക്കുന്നില്ല എന്ന് വരെ പറഞ്ഞു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആപ്പുകൾ, അവരുടെ പ്രൊഡക്ട്സ് അത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ബാർകോഡ് സ്കാൻ ചെയ്യുന്ന ആപ്പ് വരെ നിങ്ങൾ ഉണ്ടാക്കി. സംഗതി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ് ഈ ജൂതം കണ്ടുപിടിച്ചതാണ്, അതിലെ ക്യാമറ ടെക്നോളജി ജൂതം കണ്ടുപിടിച്ചതാണ്, ഈ QR കോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാർകോഡ് സ്കാൻ ചെയ്യുന്ന സംവിധാനം അത് ജൂതം കണ്ടുപിടിച്ചതാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സാധനമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജൂതൻ ഉണ്ടാക്കിയ എല്ലാ സാധനവും വെച്ച് നിങ്ങളൊരു ആപ്പ് ഉണ്ടാക്കി, എന്നിട്ട് പോയി കടയിൽ പോയിട്ട് ജൂതൻ ഉണ്ടാക്കിയ സാധനം തെരഞ്ഞു പിടിച്ചിട്ട് അത് ബഹിഷ്കരിക്കുന്നു. എന്നിട്ട് അത് ഞാൻ ബഹിഷ്കരിച്ചേ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന എവിടെയാണ്? ഫേസ്ബുക്കുകാരാണ് കണ്ടുപിടിച്ചത്, അതും ജൂതനാണ്. അപ്പോൾ നിങ്ങൾക്ക് ജൂതൻ്റെ കൈകളിലൂടെ പോകാതെ നിങ്ങൾക്കൊരു പണിയെടുക്കാൻ കഴിയില്ല എന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ബഹിഷ്കരണം എന്ന് പറഞ്ഞു വന്നു. നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു UAE ബഹിഷ്കരണം നിങ്ങൾക്ക് സാധിക്കുമോ? ഈ UAEയുമായിട്ട് ഞാനിനി ഒട്ടും തന്നെ സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ UAEയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ പറയുന്ന ഉമ്മത്തിൻ്റെ വലിയ വലിയ ഗുണ്ടകളായിട്ടൊക്കെ നടക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ UAEയിൽ നിന്നും ജോലി രാജിവെച്ചിട്ട് നാട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പറയും അത് ജോലി വേറെ, അത് വേറെ, അത് നമ്മൾ വേറെ വേറെ കാണാമെന്ന് പറയും. അപ്പോൾ അതെന്ത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? ഇതാണ് നമ്മൾ സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കാക്കാമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാനവികത മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണുന്നതിനെയൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല, അതൊക്കെ കാണണം. പക്ഷേ ആ മാനവികതയുടെ ഒരു ഇഷ്യൂ അത് എവിടെ വരുമ്പോഴും അതിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കാണാൻ സാധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെറും വർഗീയതയാണ്. നിങ്ങൾ മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിക്കുന്ന സംഗതി മുഴുവൻ ഒരു ഉമ്മത്ത് സ്നേഹം മാത്രമാണ്. അതിനെ പച്ചമലയാളത്തിൽ പറഞ്ഞ വർഗീയത എന്ന് പറയും. ഇതാണ് നമുക്കവിടെ കാണാനുള്ളൂ, പറയാനുള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഉസ്താദിൻ്റെ വാക്കുകൾ ബാക്കി കൂടി കേട്ടിട്ട് നമുക്കത് അവസാനിപ്പിച്ച് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. കാരണം യൂറോപ്പിനെ അവർ സ്വീകരിച്ചു. ഇപ്പോൾ വെടിനിർത്തൽ കരാറുണ്ടായി. 3 രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഒപ്പിട്ടത്. ആ വെടിനിർത്തൽ ഗസയും വെടിനിർത്താമെന്ന് ഇസ്രായേലിൻ്റെ കരാറിൽ ഒപ്പിട്ടത് 3 രാഷ്ട്രങ്ങളാണ്. പ്രധാനമായും ഈജിപ്ത്, പിന്നെ തുർക്കിയും ഖത്തറും. സൗദിയും UAEയും വിട്ടുന്നു. എന്തുകൊണ്ട്? അത് കൊല്ലുന്ന ഞങ്ങൾ വിഷയമല്ല, കൊല്ലാതിരിക്കെ ഞങ്ങൾ ഇഷ്ടം. മനസ്സിലായില്ല? ഏറ്റവും ചുരുങ്ങി ആ കരാറിൽ ഒപ്പിട്ടില്ല. അത് ഞങ്ങളുടെ വിഷയമല്ല. ഈ കഴിഞ്ഞ 2025 ജൂണിൽ 36 കപ്പലിലാണ് ഭക്ഷണം കൊടുത്തയച്ചത്, ഇറ്റലി അടക്കം. ഇറ്റലി എന്നാൽ ഒരു കാലത്തും മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിന്ന ഒരു ചരിത്രമുള്ള രാജ്യമല്ല ഇറ്റലി. ഞാൻ രാജ്യത്തെ കുറ്റം പറയല്ല, പക്ഷേ അവിടെ മനുഷ്യത്വമുണ്ട്. 36 കപ്പലിൽ ഭക്ഷണം കൊടുത്തയച്ചു സ്പെയിന്. പിന്നീട് 100ഓളം കപ്പലിൽ കൊടുത്തയച്ചു. എന്തൊക്കെ ഇസ്രായേൽ അവർക്കെതിരെ ചെയ്തു? ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ യഥാർത്ഥത്തിൽ ഒരു വലതുപക്ഷ തീവ്രവാദിയാണ്. അതായത് ഇസ്ലാമിന്റെ വസ്ത്രമോ വേഷവിധാനമോ ഒന്നും ഫ്രാൻസിൽ പാടില്ല എന്ന് പറയുന്ന വലതുപക്ഷ തീവ്രവാദിയാണ് ആര്? ഇമ്മാനുവൽ മക്രോൺ. ആ ഇമ്മാനുവൽ മക്രോൺ ആണ് എന്ത് പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഞങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ വംശഹത്യക്കെതിരാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ കൂടെയില്ല, പക്ഷെ മനുഷ്യർ എന്ന നിലയിൽ അവരുടെ കൂടെ ഞങ്ങളുണ്ട്. കാനഡ പ്രധാനമന്ത്രി പറഞ്ഞത്, എന്നെങ്ങാനും ബെഞ്ചമിൻ നെതന്യാഹു എന്റെ രാജ്യത്ത് ചവിട്ടിയാൽ ആ നിമിഷം അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും, പറഞ്ഞില്ലേ കാനഡയുടെ പ്രധാനമന്ത്രി? അതേ സമയത്ത് ഒരു ചെറുവിരൽ അനക്കാൻ ഒരു മുസ്ലിം രാജ്യം തയ്യാറായില്ല. അത് നമുക്കൊരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവരെ നമ്മൾ സ്വീകരിക്കും. നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്? അതായത് മാക്രോനെ വലതുപക്ഷമാക്കിയതൊക്കെ നമ്മൾ ക്ഷമിക്കുന്നു, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു സെക്കൻഡ്, ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഇതിൽ മാക്രോൺ സ്വയം വിളിക്കുന്നത് സെൻട്രിസ്റ്റ് ആണെന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ ഉസ്താദ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? അതായത് കാനഡ പോലുള്ള രാജ്യങ്ങൾ, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ, സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ
പാലസ്തീനിയൻ കോസിന് വേണ്ടി നിലനിന്നപ്പോഴും അതിനോട് മുഖം തിരിച്ചു നിന്ന ആളുകൾ ആരാണ്? അത് അറബ് രാഷ്ട്രങ്ങളാണ് എന്നാണ് പറയുന്നത്. അവർ ഇസ്രായേലിനോടൊപ്പം ചേരുന്ന രീതിയിൽ നിന്നു എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ള ഉസ്താദിന് ആ ഒരു എന്താ പറയുക, ആ ഡിപ്ലോമസി അല്ലെങ്കിൽ അതിൻ്റെ കാരണം പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഞാനത് മാത്രം ഒന്ന് പറയാം. അത് ഈ അബ്രഹാമിക് അക്കോർഡ്സ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അതായത് നമ്മൾ നാട്ടിൽ ഇത്ര നാളും ഈ വിഷയത്തിൻ്റെ പ്രശ്നം എന്താണെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒക്യുപ്പേഷനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഇസ്രായേൽ പാലസ്റ്റൈനിൽ ഒക്യുപ്പൈ ചെയ്തു, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇവർ പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. അതായത് 1967 ആ ബോർഡറിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നു. 1948 ഈ നക്ബ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഒരു അബ്രഹാം അക്കോർഡ്സിലേക്ക് വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ അവിടെ തീരുമാനമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ തീരുമാനം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്, ജൂതന്മാർ പണ്ടേ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ജൂതന്മാർ അവിടേക്ക് അടിച്ചു കയറി വന്ന അല്ലെങ്കിൽ കടന്നു വന്ന ഒക്യുപ്പൈ ചെയ്തു വന്ന ആളുകളല്ല എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് അറബ് രാഷ്ട്രങ്ങളിൽ വന്നു. പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡിങ് അല്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ കാനഡയിലോ സ്പെയിനിലോ ഇറ്റലിയിലൊക്കെ കുറേ കൂടിയുണ്ട്, പക്ഷേ സ്പെയിനിലൊന്നും അതല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾക്ക് വെളിയിൽ, ഇപ്പോൾ ഇന്ത്യയിലടക്കം അത് നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു തീരുമാനം എടുക്കുമ്പോൾ ഇതാണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ള ആ ഒരു എന്താ പറയുക സെൻട്രൽ ആ ഒരു കോർ പോയിന്റിൽ നിന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോഴാണ് 48 യുദ്ധം എന്ന് പറയുന്നത്. അത് ആരാണ് തുടങ്ങി വെച്ചത്? അത് അറബ് രാഷ്ട്രങ്ങളാണ് തുടങ്ങി വെച്ചത്. നക്ബ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ യുദ്ധത്തിൽ അറബികൾ തോറ്റുപോയതുകൊണ്ടാണ് നക്ബ ഉണ്ടായത്. ജയിച്ചിരുന്നുണ്ടെങ്കിലോ ജൂതന്മാരെല്ലാവരും കടലിൽ കടന്നേനെ. കാരണം അന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഫ്രം വാട്ടർ ടു വാട്ടർ പാലസ്റ്റൈൻ ഈസ് അറബ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ലാതെ നമ്മളിന്ന് പറയുന്ന പോലെ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്നല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത് തന്നെയാണെന്നുണ്ടെങ്കിൽ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്രം ജ്യൂസ് എന്നാണ് അതിൻ്റെ ബാക്കി. അതായത് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തിലായിരുന്നു അന്നത്തെ യുദ്ധം, 48 യുദ്ധം. അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ സാധനം എന്ന് പറയുന്നത് ഈ ഫ്രം വാട്ടർ ടു വാട്ടർ പാലസ്റ്റൈൻ ഈസ് അറബ് എന്ന് പറയുന്നത് അതിൻ്റെ അറബി സാധനമുണ്ട്. അപ്പോൾ ഇതാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ഹൈബർ യാ യഹൂദ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ജയ്ഷ മുഹമ്മദ് സൗഫ യഹൂദ് എന്ന് പറയുന്നത്, അതായത് ഹൈബർ ഓർക്കൂ ജൂതന്മാരെ, ഹൈബർ ഓർമ്മയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഹൈബർ കൂട്ടക്കൊല, ഹൈബറിലെ ജൂതന്മാരെ മുഹമ്മദ് നബി കൊന്നത് ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജൂത കൂട്ടക്കൊലയെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഹുസൈൻ അൽ അമീനിയെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം നിങ്ങൾ കേട്ടാണ്. ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അവിടെ ഒരു ഹോളോകോസ്റ്റിനുള്ള പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് 41 പോയിട്ട് ഹിറ്റ്ലറെ കണ്ടതിനെക്കുറിച്ച് ഇതെല്ലാം അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത്, ജൂതവിരുദ്ധത എന്ന് പറയുന്നത് എന്ത് എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ വെൽ നോൺ ആണ്, വെൽ അണ്ടർസ്റ്റുഡ് ആണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ അബ്രഹാം അക്കോർഡ്സിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ജൂതവിരുദ്ധത കളഞ്ഞേ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ അത് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് വരുന്നത്. എന്തെല്ലാം നിങ്ങളവിടെ നടന്ന് കണ്ടിട്ടുണ്ടോ അതിലെല്ലാം തന്നെ ഇസ്രായേലിനും എതിർത്ത് പറയുന്ന രീതിയിലല്ല അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പാലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞുകൊണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ നരനായട്ടിനെ തള്ളി പറയുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതാണ് അതിലൊരു കാരണം. പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല നമ്മൾ ഉസ്താദ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ മറ്റു വശം പറഞ്ഞുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്ന നിശബ്ദതയെ അതിൻ്റെ ഒരു കാരണമാക്കിയെടുക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുവേണ്ടിയാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. പോട്ടെ, നമ്മൾ തൽക്കാലം അത് ക്ഷമിക്കുന്നു. പക്ഷെ അപ്പോഴും സുഡാൻ്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നൈജീരിയയുടെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്, അത് ഈ പറയുന്ന വിഷയമായിട്ടൊന്നും തട്ടിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ നിശബ്ദത, ഈ മൗനം എന്ന് പറയുന്നത് അതിവിടെ പ്രകടമാണ്. അതിൽ നമുക്ക് കൂടുതൽ ചൂഴ്ന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മുസ്ലിങ്ങൾക്ക് തന്നെ ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന സാധനമായിട്ട് ഇവിടെ മാറുന്നു. അവിടെയാണ് നമ്മളുടെ ഉസ്താദ് ഈ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ താഴെ മുസ്ലിങ്ങൾ ഇട്ടിട്ടുള്ള ഈ കമൻറ്റുകളും വളരെ വിലപ്പെട്ട സംഗതികളായിട്ട് മാറുന്നതായിട്ട് ഞാനിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.